സംഗമ നേച്ചർ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ എഴുമാന്തുരുത്ത് എന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിന് മറ്റെവിടെയും കാണാത്തൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് വളരെ റിമോട്ടായ ഏരിയയാണ്, ജനവാസം വളരെ കുറഞ്ഞ സ്ഥലം. അപ്പോൾ ഇത് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള എഴുമാന്തുരുത്ത് ടൂറിസം എന്ന പ്രത്യേക പാക്കേജിൽ കേരള ടൂറിസം വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ വൈക്കത്ത് നിന്ന് ഏകദേശം 6 കിലോമീറ്റർ വന്നാൽ എഴുമാന്തുരത്തിലെത്താം. നിറയെ പാടങ്ങളാണ് ഇവിടെ. അപ്പോൾ ഇപ്പോൾ കൃഷി ചെയ്യുന്ന സീസൺ അല്ലാത്തതിനാൽ നിറയെ വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് പുഴ ഏതാ പാടം ഏതാണെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ജംഗ്ഷനിൽ നിന്നും നേരെ പോയാൽ കോട്ടയത്തിന് പോകാം. അവിടുന്ന് ലെഫ്റ്റിലേക്കൊരു ചെറിയ ടാർ റോഡുണ്ട്. അപ്പോൾ അതിനൊരു ഒരു വശത്ത് പാടവും മറുവശത്ത് കരിയാർ ഒഴുകുന്നു. അപ്പോൾ ഇത് മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴിയാണ് ഈ കരിയാർ. അപ്പോൾ സാമാന്യം വീതിയുള്ള ഒരു പുഴയാണിത്. അപ്പോൾ ഈ കരിയാറിനും പാടത്തെ നടുവിലൂടെയാണ് റോഡ്. അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ച. അപ്പോൾ വീതി കുറഞ്ഞ പുഴയുടെ മറുകര നല്ല പച്ചപ്പാർന്ന പ്രകൃതിയാണ്. അതും റിമോട്ട് ഏരിയയാണ്. അപ്പോൾ ഞാൻ വീതി ഉണ്ടെന്ന് പറഞ്ഞത് മൂവാറ്റുപുഴയാറിൻ്റെ വീതിയൊന്നുമില്ല. എന്നാലും ഇടപ്പുഴ എന്ന് പറയുന്നത് കരിയാറ് ഇടപ്പുഴയാണ്, കൈപ്പുഴയാണ്. അപ്പോൾ അതനുസരിച്ച് അല്പം വീതിയുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനക്കരെ കാണാൻ നല്ല രസമാണ്. കാരണം നമുക്ക് ഇവിടെ നിന്നാൽ ഒരുപാട് ദൂരെ ഇല്ലല്ലോ കാഴ്ച പോകുന്ന സ്ഥലം. അവിടെ അധികം ജനസംഖ്യയില്ല, നല്ല പച്ചപ്പാർന്ന ഒരു പ്രദേശം. ഇഷ്ടംപോലെ പക്ഷികളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അതുപോലെ പുഴയിൽ ധാരാളം മീനുകളുണ്ടെന്ന് തോന്നുന്നു. മീൻ പിടിക്കാനൊക്കെ ആളുകൾ വള്ളത്തിലൊക്കെ പോകുന്നുണ്ട്. അതുപോലെ കുട്ടികളൊക്കെ മീൻ ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ പുഴയിൽ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ വെള്ളമാണ്. അപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ വെള്ളം കലങ്ങി കിടക്കുന്നുമുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എല്ലാവരും വലിച്ചെറിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടൊക്കെ. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. അപ്പോൾ അത് റോഡിലൂടെ ഏതാണ്ട് 1/2 കിലോമീറ്റർ നടക്കുമ്പോഴും വേറൊരു കാഴ്ചയാണ്. അതായത് ഒരു ഈന്തൽത്തോട്ടം. ഈന്തൽ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യം. ചിലതൊക്കെ അത് കായ്ച്ച് കിടപ്പുണ്ട്, നിറയെ പഴുത്ത കായായിട്ട് നിൽപ്പുണ്ട്. നല്ല രസമാണ്. അപ്പോൾ അത് ഒരു തോട്ടമായിട്ടുണ്ട്. ആ കാഴ്ച നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളങ്ങോട്ട് അക്കരയ്ക്ക് നോക്കുമ്പോഴും അതിൻ്റെ കൈവഴി വീണ്ടും പോകുന്നുണ്ട്. അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ വൈകുന്നേരമാണ് ഇവിടെ വരുവാൻ പറ്റിയ നല്ല സമയം. ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കരിങ്കലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ശാന്തമായൊരു സ്ഥലം, മനോഹരമായിട്ടുള്ള ശാന്തമായ സ്ഥലം. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഈ എഴുമാന്തുരത്ത് ഇക്കോ ടൂറിസം കാണുവാൻ വരിക. അപ്പോൾ ഇവിടെ നല്ല താറാവൊക്കെ ഒരുപാട് ഈ തോടും പുഴയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ വെള്ളം ഒരുപാടുള്ളതുകൊണ്ട് താറാവിനെയൊക്കെ വളർത്താനായിട്ട് ഇവിടുത്തുകാർക്ക് ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ ഈ താറാവ് വളർത്തലാന്ന് തോന്നുന്നു. അപ്പോൾ നല്ല കൃത്രിമമില്ലാത്ത നല്ല മുട്ട ഇവിടെ കിട്ടും. അപ്പോൾ താറാവിൻ മുട്ട ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായൊരു വിഷയമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.